ആത്മവിശ്വാസത്തിൻ്റെയും കരുത്തിൻ്റെയും ഉറപ്പിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ഊർജത്തിൻ്റെയും ശബ്ദമാണ് വേടൻ്റെ ശബ്ദം. ശേഷി നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ശേഷി നൽകുന്ന, ഉണർവേകുന്ന ശബ്ദമാണ് വേടൻ്റേത്. ഉറപ്പിൻ്റെ പ്രഖ്യാപനമാണ് വേടൻ നടത്തുന്നത്. വിപ്ലവത്തിൻ്റെ നദിയാണ് വേടനിൽ നിന്ന് ഒഴുകുന്നത്. വേടൻ ഇന്നിൻ്റെ ആവശ്യം തന്നെയാണ്. ഇന്നിൻ്റെ ആവശ്യം തന്നെയാണ് വേടൻ. ഇന്ന് നിലനിൽക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം, അതുപോലെ തന്നെ മത തീവ്രവാദത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. പഹൽഗാം ഭീകരാക്രമണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ. ജാതി വിവേചനത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. നിറത്തിൻ്റെ പേരിലുള്ള വിവേചനത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ RLV രാമകൃഷ്ണനെ പോലെയുള്ള ആളുകളെ നിറത്തിൻ്റെ പേരിൽ നൃത്ത ഇനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയ ഒരു പശ്ചാത്തലം നമ്മുടെ കേരളത്തിലുണ്ട്. ഈ പശ്ചാത്തലത്തിലൊക്കെ ഈ വേടൻ്റെ പാട്ടുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേടൻ എന്ന റാപ്പർ ഇപ്പോൾ കേരളത്തിലൊരു തരംഗമായിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത് പുലിപ്പല്ലും അതുപോലെ തന്നെയുള്ള വിഷയങ്ങളൊക്കെയാണ്. എന്നാൽ വേടനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. വേടൻ്റെ സംഗീതം, വേടൻ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, വേടൻ്റെ പാട്ടുകൾ, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. റാപ്പ് മ്യൂസിക്, ഒരു റാപ്പർ എന്ന നിലയിലാണ് വേടനെ അറിയപ്പെടുന്നത്. വേടൻ പങ്കെടുക്കുന്ന വേദികളിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ നദി പോലെ ഒഴുകിയെത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളോടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനോടും അദ്ദേഹത്തിൻ്റെ പാട്ടിലെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഉള്ളടക്കത്തോടുമൊക്കെയുള്ള അഭിവാഞ്ച കൊണ്ട് ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളിൽ വരാറുണ്ട്. കൊച്ചുകുട്ടികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കാണാപ്പാഠമാണ്. നമ്മൾ റാപ്പ് മ്യൂസിക്കിനെ പരിശോധിക്കുമ്പോൾ റാപ്പ് മ്യൂസിക്കിന് എപ്പോഴും ഒരു വിപ്ലവാത്മകമായ ഒരു സ്വഭാവമുണ്ട്. റവല്യൂഷണറി ഇൻ നേച്ചറാണ്. അത് വേദനകളിൽ നിന്നും മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ അനുഭവങ്ങളിൽ നിന്നും അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളിൽ നിന്നും അവരനുഭവിക്കുന്ന ഒഴിച്ചു നിർത്തലുകളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നതാണ് ഇത്തരം പാട്ടുകൾ. പലപ്പോഴും നമ്മൾ നാടൻ പാട്ടുകൾ എന്ന പേരിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ കേൾക്കുന്ന പാട്ടുകൾ, പഴയ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ആ പഴയ പാട്ടുകളൊക്കെ ഒരു പരിധിവരെ ആ ആളുകളുടെ വേദനകളും ആ ആളുകളുടെ യാതനകളും ഒക്കെ, പഴയ കാലത്തിലെ കർഷകർ അവരുടെ വേദനകളും യാതനകളും ഒക്കെ മറക്കാൻ പാടിയ പാട്ടുകളാണ്. കൃഷിയിടങ്ങളിലും തൊഴിലിടങ്ങളിലുമൊക്കെ അവർ മണിക്കൂറുകളോളം ജോലി ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ, വ്യതകളും പെയിന്, അത്തരം വേദനകളിലേക്ക് അതിജീവിക്കാനാണ് അവരത്തരം പാട്ടുകൾ പാടിയിട്ടുള്ളത്. റാപ്പർ എന്ന നിലയിൽ വേടൻ്റെ പാട്ടുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കേരള ജനത അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വരികയും അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തപ്പോൾ കേരളത്തിൻ്റെ എല്ലായിടത്തു നിന്നുമുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, അതുപോലെ തന്നെ ആധ്യാത്മിക മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ കാര്യത്തിൽ ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ റാപ്പ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാപ്പ് മ്യൂസിക്കിന് എപ്പോഴും ഒരു റെവല്യൂഷൻ്റെ സ്വഭാവമുണ്ട്, ഒരു വിപ്ലവത്തിൻ്റെ സ്വഭാവമുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് റാപ്പ് മ്യൂസിക് ഉടലെടുക്കുന്നത് അമേരിക്കയിലാണ്. അതിന് ഹിപ്പ് ഹോപ്പ് എന്ന പേരിലും ഈ റാപ്പ് മ്യൂസിക്കിനെ അറിയപ്പെടുന്നുണ്ട്. അതൊരു കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി, ഒരു സാംസ്കാരിക ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് റാപ്പ് മ്യൂസിക് 1970കളിൽ ബ്രോങ്സ് എന്ന് പറയുന്ന, ന്യൂയോർക്ക് സിറ്റിക്ക് അടുത്തുള്ള ബ്രോങ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് റാപ്പ് പാട്ടുകൾ ആളുകൾ പാടാനായി തുടങ്ങിയത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ അമേരിക്കൻസ്, ലാറ്റിനോ കമ്മ്യൂണിറ്റീസ്, നീഗ്രോ വംശജരായിട്ടുള്ള ആളുകൾ, ആഫ്രിക്കൻ അമേരിക്കൻസ് ഉണ്ട്, അതുപോലെ ലാറ്റിനോസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് പ്രാരംഭമായിട്ട് ഈ റാപ്പ് മ്യൂസിക് പാടാൻ തുടങ്ങിയത്. പാട്ടുകൾക്കൊരു റിതമുണ്ട്, പാട്ടുകൾക്ക് വരികളുണ്ട് എന്നതിനേക്കാളെല്ലാം ഉപരിയായി പാട്ടുകൾക്കൊരു വേദനയുണ്ട്. പാട്ടുകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങുന്ന ആളുകളുടെ വികാരങ്ങളും അതിൻ്റെ തീവ്രതകളുമൊക്കെ വ്യക്തമാകുന്നുണ്ട്. വേടൻ എന്ന ഈ ചെറുപ്പക്കാരനായ, അധികം പ്രായമൊന്നുമില്ലാത്ത ഈ ബാലൻ നമ്മുടെ സമൂഹത്തിൽ ഒരു തീയായി മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
ഇതൊരു മാറ്റത്തിൻ്റെ സമയം കൂടെയാണ്. മനുഷ്യ മനസാക്ഷിയിൽ ചില ഓർമ്മപ്പെടുത്തലുകളും കൂടെ പകർന്നു നൽകുകയാണ് വേടൻ തൻ്റെ പാട്ടുകളിലൂടെ ചെയ്യുന്നത്. വേടന് സമാനമായ ഒരു പാട്ടുകാരൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. വേടനോട് നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന പാട്ടുകൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് കലാഭവൻ മണിയുടെ പാട്ടുകളാണ്. കലാഭവൻ മണിയുടെ പാട്ടുകളിൽ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യമാണ് പറയുന്നത്. എന്നാൽ വേടന്റെ പാട്ടുകളിൽ താൻ എങ്ങനെ ദരിദ്രനായി തീർന്നു എന്നതാണ് പറയുന്നത്. കലാഭവൻ പാട്ടുകൾ ഒരു പരിധിവരെ ജനങ്ങൾ വളരെ വൈകാരികമായിട്ടാണ് സ്വീകരിച്ചത്. എന്നാൽ വേടന്റെ പാട്ടുകൾ വൈകാരികതയോടെ സ്വീകരിക്കുമ്പോൾ തന്നെ വേടന്റെ പാട്ടുകളിലെ ഊർജം മനസ്സിലാക്കുകയും വേടന്റെ പാട്ടുകളിലെ വരികളിലൂടെ സഞ്ചരിക്കുകയും അത് വീടുകളിൽ പാടുകയും അത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ എല്ലാവരും ഏറ്റുപാടുന്ന ഒരു പ്രത്യേക സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. വേടനെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഹിരൺദാസ് മുരളി എന്നാണ്. ഹിരൺദാസ് മുരളി കേരളത്തിലെ യുവജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം താമസിക്കുന്നത് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വപ്നഭൂമി എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് കോളനി ഉണ്ട്. അതിനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സാമൂഹിക അനീതികൾക്കെതിരെ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ, വർഗീയതയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പാട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ ബോണി എമ്മിൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്ന ബൈബിളിലെ 139 സങ്കീർത്തനത്തിലെ വാചകങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ബാബിലോൺ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്നൊക്കെ പറയുന്ന പാട്ടുകളിലൊക്കെ ഒരു വിമോചനത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടം അവരുടെ പാട്ടുകളിലുണ്ടായിരുന്നു. ബോണിയമ്മിൻ്റെ പാട്ടുകളിലും ഒരു വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, തീവ്രമായ വിചാരവും തീവ്രമായ ഇഷ്ടവും അവർക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവർ അടിമകളാണെന്നും അവർ ബന്ധനസ്ഥരായി എന്നും സാമൂഹികമായും സാംസ്കാരികമായും വൈകാരികമായും എല്ലാ നിലയിലും അവർ അടിമകളാണെന്നുള്ള ബോധ്യമുണ്ടാകുകയും ആ അടിമത്തത്തിനെതിരെയുള്ള ശബ്ദമായി അവരുടെ പാട്ടുകൾ വരികയും കോടിക്കണക്കിന് സമൂഹങ്ങൾ അവരുടെ പാട്ടുകളെ ഏറ്റെടുക്കുകയും ചെയ്തു. ബോബി മാർലിയുടെ പാട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ബോബി മാർലി ഒരു ജമൈക്കൻ പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റെഗെ മ്യൂസിക് ലോകം മുഴുവൻ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സംഗീതമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും വിപ്ലവം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇവിടെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദം ആവുക എന്നതാണ് ശരിക്കും വേടൻ ചെയ്യുന്നത്. വേടൻ റെപ്രസെന്റ് ചെയ്യുന്നത് വേടനെ മാത്രമല്ല, വേടനെ പോലെയുള്ള കോടാനുകോടി ജനനദിയെയാണ് വേടൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി വേടൻ മാറുന്നത്. വോയിസ് ഫോർ മാർജിനലൈസ്ഡ്, ഒഴിവാക്കപ്പെട്ടവന്റെ ശബ്ദം. ആരൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടവര്? കറുത്തവര് മാത്രമല്ല, അതിൽ ദളിതരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പലായനം ചെയ്യപ്പെടുന്നവരുണ്ട്, സ്വന്തം സമൂഹത്തിൽ നിന്ന് ഓടിപ്പോയവരുണ്ട്, അംഗവിഹീനരുണ്ട്, നീതി ലഭിക്കാത്തവരുണ്ട്. ഇവരെല്ലാവരും അടിച്ചമർത്തപ്പെട്ടവരാണ്. ഇവിടെ വേടന്റെ പാട്ടുകളിലൂടെ വേടൻ ഈ ആളുകളെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായി, വേടന്റെ ശബ്ദം പരിശോധിക്കുമ്പോൾ ആത്മവിശ്വാസത്തിൻ്റെയും കരുത്തിൻ്റെയും ഉറപ്പിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ഊർജത്തിൻ്റെയും ശബ്ദമാണ് വേടന്റെ ശബ്ദം. ശേഷി നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ശേഷി നൽകുന്ന, ഉണർവേകുന്ന ശബ്ദമാണ് വേടൻ്റേത്. ഉറപ്പിന്റെ പ്രഖ്യാപനമാണ് വേടൻ നടത്തുന്നത്. വിപ്ലവത്തിന്റെ നദിയാണ് വേടനിൽ നിന്ന് ഒഴുകുന്നത്. വേടൻ ഇന്നിൻ്റെ ആവശ്യം തന്നെയാണ് വേടൻ. ഇന്ന് നിലനിൽക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം, അതുപോലെ തന്നെ മത തീവ്രവാദത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. പഹൽഗാം ഭീകരാക്രമണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ. ജാതി വിവേചനത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. നിറത്തിൻ്റെ പേരിലുള്ള വിവേചനത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ RLV രാമകൃഷ്ണനെ പോലെയുള്ള ആളുകളെ നിറത്തിൻ്റെ പേരിൽ നൃത്ത ഇനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയ ഒരു പശ്ചാത്തലം
നമ്മുടെ കേരളത്തിലുണ്ട്. ഈ പശ്ചാത്തലത്തിലൊക്കെ ഈ വേടൻ്റെ പാട്ടുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ തന്നെയുമല്ല, വേടൻ്റെ പാട്ടിനൊരു സാർവലൗകികതയുണ്ട്, ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും വേടൻ്റെ പാട്ടുകൾ കാണാപ്പാഠം അറിയാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വേടൻ്റെ പാട്ടുകൾ എന്നതിലുപരി വേടൻ്റെ വേട്ടയാടൽ തന്നെയാണ്. നൂറ്റാണ്ടുകളായി ഒഴിവാക്കപ്പെട്ട സമൂഹത്തെ വേട്ടയാടിയ ആളുകളെ തിരഞ്ഞു പിടിച്ച് നടത്തുന്ന ഒരുതരം പകപോക്കലോ ഒരുതരം വേട്ടയാടലോ ഒക്കെയാണ് വേടൻ്റെ പാട്ടുകൾ. അതുപോലെ തന്നെ വേടൻ്റെ പാട്ടുകൾക്ക് ലഭിക്കുന്ന അംഗീകാരം ശ്രദ്ധിച്ചാൽ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വേടനിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വേടൻ്റെ പ്രോഗ്രാം നടക്കുന്ന ഇടങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പാഞ്ഞെത്തുകയാണ്, ഓടിയടുക്കുകയാണ്. വേടൻ്റെ ശബ്ദം കേൾക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുകയും കൊതിക്കുകയും ചെയ്യുന്നു. വേടൻ്റെ പാട്ടുകളിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേടൻ്റെ പാട്ടുകളിലെ വരികളാണ് ഒരു തീ പോലെ സമൂഹത്തിലേക്ക് ഇന്ന് പടർന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പാട്ട് വോയിസ് ഓഫ് വോയിസ്ലെസ് ആണ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം പറയുന്നത് കടുത്ത ദാരിദ്ര്യവും ജാതി വ്യവസ്ഥയും അനുഭവിക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. ദാരിദ്ര്യം, പോവർട്ടി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഈ പാട്ടിലെ വരികളിലൂടെ ഇദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അത് നമുക്ക് അതിൻ്റെ വരികൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. നീ പിറന്ന മണ്ണിൽ നിന്ന് എന്നെ കണ്ടാൽ വെറുപ്പ് പോലുള്ള വരികൾ ഹൃദയഭേദകമാണ്. നീ വാടിയില്ലേ അഗ്നിയിൽ കുരുത്ത് കണ്ണീരാഴിയിൽ കുളിച്ച് എന്നത് പ്രതിരോധത്തിൻ്റെ ശബ്ദമാണ്. ഇദ്ദേഹത്തിൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പാട്ട്, നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചതെത്ര പേര്, മുതുക്കിനി തലങ്ങളിൽ താണുമിനിയും എത്ര നാൾ, നീ പിറന്ന മണ്ണിൽ നിന്നെന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്ത മേനി വെയിൽ കൊണ്ടേ കറുപ്പ്, നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ്, പിഞ്ചു കുഞ്ഞവൾ ആ വയറിൽ കിടപ്പ്. ഈ വേടൻ്റെ പാട്ടുകൾ പരിശോധിക്കുമ്പോൾ മുമ്പ് നിന്നിരുന്ന അടിമത്തത്തെ കൃത്യമായി സൂചിപ്പിക്കുകയാണ്. അടിമകൾ എങ്ങനെയാണ് ഉണ്ടായത്, ഉടമകളുടെ പെരുമാറ്റ രീതികൾ എന്താണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ആരാണ് ഇവിടെ വിഭാഗീയത സൃഷ്ടിച്ചത് എന്ന് ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേർ, അതിനു മുമ്പുള്ള വരികൾ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, ആരാണ് ഈ ആയിരം നിലങ്ങളെ വേലിയിൽ തിരിച്ചത്. അതുപോലെ തന്നെ ഈ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. രാത്രി പകലാക്കി പണിയെടുത്ത് നടുവൊടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റിവാർന്ന് നാട് നഗരമാക്കി കൂടുകൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്ന് നിനക്കന്യമാക്കി പൊന്നു കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി നീതി കേട്ടവൻ ഇരുട്ടറയിൽ തലതപ്പി പൊന്നന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ച് കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല. ഇവിടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇവിടെ നഗരങ്ങൾ പണിതതാരാണ്, പട്ടണങ്ങൾ ഉണ്ടാക്കിയതാരാണ്, കൂടാരങ്ങളിൽ വലിയ വലിയ മണിമാളികകൾ സൃഷ്ടിച്ചതാരാണ്, ചെറ്റക്കുടിലിൽ താമസിച്ചിരുന്ന സാധാരണക്കാരായ ജാതിയിലും സാമൂഹിക ശ്രേണിയിലും ഒക്കെ വളരെ താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുന്നൊരു കാര്യമാണ് നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല. നിനക്ക് നേടാൻ പറ്റിയില്ല, പക്ഷെങ്കിൽ നീ ഒരിക്കലും എന്തില്ല, വാടിയില്ല എന്ന് കൃത്യമായി പറയുകയാണ്. ഈ വേടൻ്റെ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകത, ഇത് ഒരു തമിഴ് വാക്കുകൾ ഒത്തിരി കൂടെ കലർത്തിയാണ് ഇദ്ദേഹം പാടുന്നത്. ഇദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ശ്രീലങ്കക്കാരിയാണ്. അപ്പം അതിൻ്റെ ഒരു സ്വാധീനം ഇദ്ദേഹത്തിൻ്റെ ഉണ്ട്. തന്നെയുമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പാട്ടുകാരനാണ്, പാട്ടെഴുത്തുകാരനാണ്. പിതാവിൽ നിന്നാണ് ഈ ഒരു സംഗീതധാര ഈ വേടനിലേക്ക് വന്നെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജാതി മത വേർപാടിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നിൽ ആരോ കളിച്ച് നീതി പണ്ടേ മരിച്ചു.
അതായത് ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം സാധാരണക്കാരനില്ല, അതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ വരികൾ. കണ്ണിൽ കാണാത്ത ജാതി മതവേർപാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട്. ജാതി മതവേർപാട് കണ്ണിൽ കാണുന്നില്ലെങ്കിലും യുഗങ്ങളായി ഇതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ട പാട്, എൻ്റെ മുതുകിൽ നിന്റെ വഞ്ചനയാൽ ഏറ്റ പാട്. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. ആണയിലൊരു ചീത്ത വാക്കൂടെ അദ്ദേഹം പറയുന്നത്, പൊതുവിൽ ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനും അല്ല, അങ്ങനെ ആണെ തന്നെ എനിക്കൊരു കുന്തോ ഇല്ല എന്ന രീതിയിലാണ്. ഒരു കാസ്റ്റ് ലെസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇത് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്, അപ്പനിൽ നിന്ന് കേട്ട ജാതി അനുഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടെയാണ് ഈ പാട്ടുകൾ. മുമ്പ് പാടത്തും അതൊക്കെ പണിയെടുത്ത്, അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ മാത്രമല്ല, കെട്ടിട നിർമ്മാണ തൊഴിലാളികളായി വലിയ വലിയ പട്ടണങ്ങൾ നിർമ്മിച്ച ദരിദ്രരെ സംബന്ധിച്ച് അവരൊന്നും നേടിയില്ല, പക്ഷേ അവർ വാടിയില്ലെന്ന് ഈ നമ്മുടെ ഈ വേടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു കാസ്റ്റ്ലെസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഈ വേടന്റെ പാട്ടുകളുടെ ഒരു 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 സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പാട്ട് അവസാനിപ്പിക്കുന്ന ആ ഒരു റിതമിക് ബ്യൂട്ടി, ആ റൈം കൃത്യമായി കൃത്യമായി പാട്ടുകൾ തീരുന്നിടത്ത് അദ്ദേഹം കൊണ്ടുവച്ചിരിക്കുന്ന ഒരു റൈം സ്കീമുണ്ട്. ഇവിടെ നമുക്കറിയാം, വേർപാട്, വേട്ടയാട്, പെട്ടപാട്, വഞ്ചനയേറ്റപാട്, പറയനുമല്ല, തമ്പുരാനുമല്ല. അത് കഴിഞ്ഞിട്ടൊരു വേറൊരു വാക്ക് ഇദ്ദേഹം പറയുന്നു, ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുകില്ല. അപ്പൊ ഇത് നമ്മൾ സംസാരിക്കേണ്ട സാധാരണക്കാരായിട്ടുള്ള ദളിതരായിട്ടുള്ള ഒറ്റപ്പെട്ട ആളുകളുടെ എല്ലാം മനസ്സിലുള്ള ഒരു ഊർജവും ആഗ്രഹവും തീവ്രമായ ഒരു വിചാരധാരയുമാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. എന്താ പറഞ്ഞേ, ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ലെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഈ ബോണിയം പാട്ടുകളിലും അതാ പറയുന്നത്. ഞങ്ങൾ ഈ കിന്നരങ്ങളെല്ലാം ഈ വൃക്ഷത്തിന്റെ മേൽ തൂക്കിയിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് പാടാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങൾ വേറൊരു സാഹചര്യത്തിലാണ്, ഞങ്ങൾ ഈ അന്യദേശത്ത് എങ്ങനെയാണ് ഞങ്ങളുടെ പാട്ടുകൾ പാടുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുന്നു, ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുകില്ല, പുറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല, എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇവിടെ ഇവിടെ ഒരു രാഷ്ട്രീയം കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ വേടൻ പറയുന്നൊരു കാര്യം, ഇത് എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടതാണ്. ഇവിടെ ജാതിയുടെ പേരിൽ രാഷ്ട്രീയ സ്ഥാനങ്ങളും പദവികളും ഒക്കെ കൈയാളുന്ന ആളുകളുണ്ട്. അവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആ ജാതിപ്പേര് പറഞ്ഞാണ് അവർ മുൻശ്രേണിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ മുൻശ്രേണിയിലേക്ക് വന്നതിന് ശേഷം ഇവര് എവിടെ നിന്നാണോ വന്നത് അവരുടെ ജാതി പോലും അവർ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വേടൻ പറയുന്നത്, നീ തരേണ്ടത് എനിക്കല്ല, എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത്. നീ തരാൻ മടിച്ചു ഞങ്ങളേറെ കുതിച്ചു, അതിനായി എത്ര പേർ മരിച്ച് കണ്ട് നീ ചിരിച്ച്. അപ്പൊ നീ കിടന്ന് മരിക്കുന്നു, അപ്പം നീ കിടന്ന് ചിരിക്കുന്നു, പക്ഷെ എത്രയോ പേര് മരിക്കുന്നു. ഇത് നമ്മുടെ പണ്ടത്തെ ഈ സതിയുടെ ഒരു സൂചന കൂടെ ഇവിടെയുള്ളൂ. അതായത് മതസംവിധാനങ്ങൾ തീവ്ര മതത്തിന്റെ ഭാഗമായി വിധവകളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുമ്പോൾ ചിരിക്കുന്ന ആളുകളൊക്കെ അന്നും ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു അനുഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകെട്ടവൻ മുടിക്കും, പേരുകെട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും, പേറ്റുനോവെടുത്ത തള്ള പള്ളയിൽ കനൽ നിറക്കും. അങ്ങനെ ഒത്തിരി പദങ്ങൾ ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇദ്ദേഹം പാടുന്നത്. നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുക്കിനീ തലങ്ങളിൽ താണുമിനിയും എത്ര നാള്. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പാട്ട് വാ തോഴ തോളോട് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു പാട്ടാണ്. വാ തോഴ തോളോട് എന്ന് പറയുന്ന പാട്ട് ഐക്യത്തിന് വേണ്ടിയും കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ആഹ്വാനം ചെയ്യുന്നതാണ്. വരൂ നമുക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കാം. നമ്മളിനി ഡിവൈഡഡ് ആയി കിടക്കേണ്ട ആളുകളല്ല, നമ്മൾ ശിഥിലീകരിക്കപ്പെടേണ്ട ആളുകളല്ല, നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമായി എന്നുള്ള സൂചനയാണ് ഈ പാട്ടിലുള്ളത്. നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം എന്നത് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു.
ഈ ഗാനം ഒരു പ്രതീക്ഷയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വാ തോഴ തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ, തണൽ കൊതിച്ചവർക്ക് ഒറ്റ മരക്കാടാകാം. അവിടെ കാടുകൾ തീർക്കുകയല്ല, നമുക്കൊരുമിക്കാം. തണൽ കൊതിച്ച ആളുകൾക്ക് വേണ്ടി നമുക്കൊരുമിക്കാം, നമുക്ക് ഒറ്റ മരക്കാടാകാം. വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം. ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം. നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം. നീ വാ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല. ആൾ മരിച്ചു പോകിലും ആശയം മരിക്കയില്ല. തല നരച്ച പോതിലും മനമതിലൊരു നരയുമില്ല. നെയ് തളർന്നു പോയിലും പൊയ് വളർന്ന് കഥയതില്ലവ. ഇതൊരു ആഹ്വാനമാണ്. കോളിംഗ് എവ്രി വൺ. കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളെയും വിളിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേരാം, നമുക്ക് ഒറ്റ മരക്കാടാകാം, നമുക്കൊരു മഴയായി പെയ്തിറങ്ങാം, നമുക്ക് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാം എന്നൊക്കെ ഇദ്ദേഹം കൃത്യമായിട്ട് ഈ പാട്ടിൽ പറയുന്നു. ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങുവെട്ടമാകാം, നിശബ്ദമായവർക്ക് ശബ്ദമായി മാറിടാം. നീ വാ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല. ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകയില്ല. അപ്പം ഇവിടെ ആഹ്വാനം ചെയ്യുന്നുള്ളത്, നിങ്ങൾ വരൂ, നമുക്കൊരൊറ്റ മരക്കാടാകാം. ഇവിടുത്തെ രാഷ്ട്രീയ ഇടങ്ങളിൽ അതിൻ്റെ മുൻശ്രേണിയിൽ നിൽക്കുന്ന ഈ ദളിതരിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ ഇത് കേൾക്കണം. പലപ്പോഴും ഇവിടുത്തെ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ രാഷ്ട്രീയ പദവിയെ ഉപയോഗിക്കുന്നത്. അവർക്ക് പണം ഉണ്ടാക്കാൻ, അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അവരുടെ പള്ള വീർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും അവർ ജീവിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ശബ്ദം ഒരു വലിയ സൂചനയും വലിയൊരു കരുത്തുമാണ് നൽകുന്നത്. ഒരു തിരിച്ചറിവും കൂടാണ്. നിങ്ങൾ വരിക എന്ന് പറഞ്ഞ് വിളിക്കുകയും നമ്മൾ ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് പോരാടാൻ കഴിയുമെന്നുള്ള ഒരു തരം ആഹ്വാനമാണ്. മൂന്നാമത്തെ ഇദ്ദേഹത്തിന്റെ പാട്ട് വൺ അണ്ടർ ദ സൺ എന്നുള്ളതാണ്. വൺ അണ്ടർ ദ സണ്ണിനകത്ത് ഇദ്ദേഹം പറയുന്നത് മനുഷ്യരെല്ലാവർക്കും ഒരേ അവകാശമാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. ഈ ലോകം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ എന്ന ചോദ്യം ഈ പാട്ടിനകത്ത് വരുന്നുണ്ട്. ഇത് പ്രസക്തമായൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ നാട്ടിൽ എല്ലാവർക്കും ജീവിക്കണ്ടേ, ഈ ലോകം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ, നിങ്ങൾ തൻ കണ്ണിൽ തിരിയാത്തൊരു സത്വത്തിൻ ചുമടുപേറി ചുവട് വയ്ക്കാൻ പോലും ഇനിയില്ലേ ഇവിടെ അവകാശം, മാറ്റണം ചിന്തകളെ, ഈ ലോകം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുള്ളൂ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഈ മണ്ണ്, ഈ ഭൂമി, ഈ ആകാശം, ഈ പ്രകൃതി, ഇത് കുറെ ആളുകൾക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ളതല്ല, ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉള്ള കാര്യമാണ്. നമ്മുടെ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്ക് വേടനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇത്രയും മാത്രമേ അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യുന്നുള്ളൂ. ഇനി കൂടുതൽ വേടൻ ചർച്ചകളിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ പുതിയ പാട്ടുകൾ നമ്മൾ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കെടാത്ത തീയുണ്ട്. ആ തീ വരും തലമുറയ്ക്ക് കൈമാറാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യവും ആയുസ്സും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.